ഇരിക്കൂ. താങ്ക് യു. സ്വപ്നേ, സ്വപ്നേ. ഇദ്ദേഹം മിസ്റ്റർ സുഗു. ഹലോ. ഇത് സ്വപ്ന. ഹലോ. ഇവരെല്ലാം വലിയ പണക്കാരല്ലേ? അതുകൊണ്ടല്ലേ നമ്മളെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചത്? ഐ ആം സോറി. അന്ന് നടന്ന സംഭവത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനിപ്പോ വരാം. ഓക്കെ. ഓക്കെ. ബ്യൂട്ടിഫുൾ. എനിക്ക് സ്വപ്നം വളരെ ഇഷ്ടപ്പെട്ടു. സുഖ കള്ളം പറയല്ലേ? വൈ ഷുഡ് ഐ? എന്നാൽ അന്ന് പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സുഖന് വളരെ ഇഷ്ടപ്പെട്ടു. Really? Then I am lucky. കേട്ടോ മിസ്റ്റർ സുഗു, അന്ന് പാർട്ടിയിൽ വെച്ച് കണ്ടതിന് ശേഷം സ്വപ്നയ്ക്ക് എപ്പോഴും നിങ്ങളുടെ വിചാരം മാത്രമേ ഉള്ളൂ. മിസ് സ്വപ്നയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകനായേക്കാം. താങ്ക് യു. പണ്ട് ഞാൻ ആർക്കു വേണ്ടിയും വേദനിച്ചിട്ടില്ല. ഞാൻ സ്നേഹം കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയത് ചതിയും വഞ്ചനയും മാത്രമാണ്. ഇതിനു മുൻപ് എത്ര പെൺകുട്ടികളോട് രവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഒരാളോട് മാത്രം. സ്വപ്ന. അവളെ സ്നേഹിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ശ്രീദേവിയാണ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയത്. ശ്രീദേവി വീണ്ടും ജോലിക്ക് പോയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രവി, നമ്മുടെ ഈ ബന്ധം രവിയുടെ അമ്മ അറിഞ്ഞാൽ? ആരെ വെറുത്താലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ശ്രീദേവി മാത്രം എന്നും എൻ്റെ കൂടെ കാണണം. സുഖു, എപ്പോഴും നീ ഇങ്ങനെ കുടിക്കരുത്. എന്ത് ചെയ്യാൻ ആണ്ടേ, ഞാൻ ശീലിച്ചു. നിന്റെ സ്വത്തുക്കൾ നോക്കി നടത്തേണ്ട ചുമതല നിന്റേതാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. കാര്യങ്ങൾ എന്റെ മോനെ ഏൽപ്പിച്ചാൽ അവൻ നിന്റെ സ്വത്തുക്കൾ നശിപ്പിക്കുകയുള്ളൂ. What the hell is this, auntie? എന്താ ഇത്? നിങ്ങൾക്ക് എപ്പോഴും പണം, സ്വത്ത്, ബിസിനസ്, ഇതല്ലാതെ വേറെ ഒരു ചിന്തയില്ലേ? Don't disturb me. Go. Please go away. ഇത് തന്നെയാണോ ഫാക്ടറി? അതെ. ഇതിപ്പോ കിടക്കാനോ കവച്ചു വെച്ചോ? അല്ലെങ്കിൽ വേണം താഴെ പോവാ. കിളവനാണെങ്കിലും നല്ല ആരോഗ്യമുണ്ടല്ലോ. എന്തോ ഇയാൾ പോലെ പോലീസിന് പെൻഷൻ പറ്റി വന്നതായിരിക്കും. ആഴ്ചബംഗ്ലാവിന് പെൻഷൻ പറ്റിയതായിരിക്കും. അമ്മവാ, ഞാൻ നിന്റെ അമ്മാവനാണോ? അല്ല പിന്നെ അച്ഛനെ വിളിക്കാൻ ഒക്കുവോ? നീ പോയി ഇതിന്റെ മുതലാളി രവീന്ദ്രൻ തമ്പിയോട് പറ, ഞങ്ങൾ രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഓടി വന്ന് ഞങ്ങളെ സ്വീകരിച്ചോണ്ട് പോകുന്നത് നിനക്ക് കാണാം. ആട്ടെ, ചേട്ടന്മാർ എവിടുന്ന? ഞങ്ങള് ജയിലിന്നാ. എന്താ മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ കള്ളന്മാരാണല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. ആളെ കണ്ടിട്ട് അറിയുന്നില്ലല്ലോ സാർ. ഇതെന്ത് സൂത്രം? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല കപ്പല് പോലത്തെ കാർ. എവിടെ നിന്ന് ഓട്ടിച്ചതാ? ദീർഘിത്തനം പറയാതെ, നിന്റെ കൊനിഷ്ഠ ബുദ്ധി ഇതുവരെ കളഞ്ഞില്ലേ? സാറ് ഞങ്ങൾക്ക് ജോലി വരാന്ന് പറഞ്ഞിട്ട് അതിനെന്താ തരാമല്ലോ. എപ്പ തരും? എപ്പോ വേണം? ഇപ്പൊ വേണം. ശരി വാ. ശരി. ഓ പോക്കടോ. ശരി. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ആരാണെന്ന്? അയ്യോ ഇതിന്റെ സാക്ഷ്യം എവിടെ? ഇതാ തുറക്കാൻ. ഇങ്ങനെയാണല്ലേ? എന്തൊരു തണുപ്പ്. സുഗു, ആ തള്ളയും മകനും കൂടെ ചേർന്ന് നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും നശിപ്പിക്കും. നോ മിസ്റ്റർ ശേഖർ, ആണ്ടിക്ക് എന്നോട് അതിര് കഴിഞ്ഞ സ്നേഹമാണുള്ളത്. മിസ്റ്റർ രവിക്കും
അങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത്. അതെല്ലാം വെറും അഭിനയമാണ് സുഖു. അതെ സുഖു, വേണ്ടി വന്നാൽ നിങ്ങളെ കൊല്ലാനും അവർ മടിക്കില്ല. നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? മിസ്റ്റർ ശേഖറെ നിങ്ങളുടെ ഓഫീസ് മാനേജരായി നിയമിക്കുക. എല്ലാ ഹേറ്റിക്കും ഒന്നിച്ചങ്ങനെ അച്ചടിച്ചു വെച്ചിരിക്കുക, ഫുൾ സ്റ്റോപ്പും കോമയൊന്നും ഇല്ലാതെ. അതെ സാർ. എടാ നിന്നൊക്കെ ജോലിക്ക് വെച്ച എല്ലാവരും ചവിട്ടാൻ. ശരിയാ സാർ. ശരിയാ സാറിന്. ഇവൻ ആരുടവൻ? നോക്കണോ, നോക്ക് നോക്ക്. വർദ്ധിച്ച ജലക്ഷാമത്തെ തുടർന്ന് പോലീസുകാരൻ ഇരട്ട പ്രസവിച്ചു. അയ്യോ, തെറ്റിപ്പോയതാ സാർ. ആ, അപ്പൊ ഒരെണ്ണത്തിനായിരിക്കും പ്രസവിച്ചത് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കമ്പോസ്റ്റർ മതി. ഇനി വീട്ടിൽ പോയിരുന്നിട്ട് കമ്പോസ്റ്റോ. നീ ഇവിടെ ഇങ്ങനെ തുറന്നു പോയാലേ ഞാൻ ചിലപ്പോ ആപ്പിലായി പോ. അതുകൊണ്ട് നടന്നോ, അതാ ഗേറ്റ്. ആ മെല്ലെ നടന്നോ. അപ്പാ 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 അപ്പാ. സുഖു, യെസ്. നിനക്കൊന്നും തോന്നരുത്. ഓഫീസിലൊന്ന് പോയിക്കൂടെ? തൊഴിലാളികളും സ്റ്റാഫുമായിട്ടൊക്കെ ഒരു ബന്ധം വേണ്ടേ? നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനല്ലേ ആണ്ടി രവി അവിടെ ഉള്ളത്. അവൻ അവിടെ ഉള്ളതാണ് എനിക്ക് ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവന്റെ പോക്ക് അത്ര നല്ലതല്ല. ജയിലിൽ നിന്നും വന്ന രണ്ടുപേർക്ക് അവൻ ജോലി കൊടുത്തെന്ന് കേട്ടു. ഇതൊന്നും വളരാൻ അനുവദിക്കരുത്. മിസ്റ്റർ ശേഖറെ നിങ്ങളുടെ ഓഫീസ് മാനേജരായി നിയമിക്കുക. Well, then we will do one thing, ആണ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഓഫീസ് കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാം. എഴുന്നേൽക്കണോ? ആ നിങ്ങളോടല്ലേ എഴുന്നേൽക്കണോ? ആ ആ ഞാനേ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. കമ്പോസിറ്റർ ജോലിക്ക് ഒരാളെ വേണമെന്നാണല്ലോ പരസ്യം ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് സാറേ. രണ്ട് ശരീരത്തിനും കൂടി ഒറ്റ ഉടൽ. ഒരു പ്രേതകഥയുടെ പ്രതീതിയുണ്ട്. വാർത്ത എഴുതാൻ കൊള്ളാം. പ്രീവിയസ് എക്സ്പീരിയൻസ് ഏതെല്ലാം പത്ര ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്? സൺഡേ, മൺഡേ, അഗ്നി, തീപ്പൊരി, വെള്ളം, മണ്ണ്, പുല്ല്. നിർത്തോ, നിർത്ത്. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്? സൺഡേയിൽ ഗ്രൈൻഡർ, മൺഡേയിൽ വൈൻഡർ, അഗ്നിയിൽ വിറകേട്ട. എന്താ എടോ സപ്പോസിങ്ങിന്? അയ്യേ എനിക്ക് തെറ്റില്ല. എടോ കമ്പോസിങ്ങിനെ പറ്റി വല്ല അറിയാമോന്ന് ചോദിച്ചു. അല്ലയോ ചോദിച്ചു കേട്ടില്ലേ? കമ്പോസിങ്ങിനെ കുറിച്ച് വല്ല അറിയാവോന്ന്? അറിയാവോന്ന്? നമ്മുടെ ഐവാൻ സിംഗിന്റെ ചേട്ടൻ. തെറ്റിപ്പോയി. ഐവാൻ സിംഗിന്റെ ചേട്ടനല്ല, എന്നാ അനിയൻ. ശരിയാ, അനിയനല്ല, അമ്മായി. ജോലിക്ക് വന്നിരിക്കുന്നു. പോയി വേണ്ട പുറത്ത്. ഡോഡോ, ഞങ്ങൾ ജോലി അന്വേഷിച്ച് വന്നവരല്ല. പിന്നെ ഞങ്ങൾ രാജശേഖരൻ തമ്പീസ് ബാക്കി നീ പറ. ഇൻഡസ്ട്രീസിന്റെ പരസ്യകലാ വിഭാഗത്തിലെ സുപ്രധാന ജോലിക്കാരാ. അയ്യോ നമസ്കാരം നമസ്കാരം. അയ്യോ അറിയാതെ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കാം. അവിടെ ഇരുന്നോട്ടെ. കുടിക്കാനല്ല അയ്യോ അങ്ങോട്ട് വരൂ. അയ്യവാൻ തൽക്കാലം ഒന്നും വേണ്ട, താമസിയാതെ വേണ്ടി വരും. ഓ അപ്പൊ ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം? കഴിഞ്ഞ മാസം ഞങ്ങൾ തന്ന പരസ്യത്തിന്റെ ചാർജ് നേരിൽ കൊണ്ടുവന്ന് തരാൻ രവീന്ദ്രൻ തമ്പി പറഞ്ഞു. എന്തോ എന്നെയാ? നമ്മളൊക്കെ ഒന്നല്ലേ അളിയോ? അതെ. ഇവൻ വേണ്ടല്ലേ? വേണ്ട മെല്ലെ എഴുതിട്ടുള്ളൂ. ആ രണ്ടുപേരും എഴുതിട്ടുള്ളൂ.